ഹലോ നമസ്കാരം മിനി റീഡിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നമുക്ക് നോക്കാം നിങ്ങൾ ഇപ്പോൾ എന്താണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത്, എന്തിനാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി എന്തിലാണ് നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധ ഇപ്പോൾ കേന്ദ്രീകരിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 9 ഓഫ് വീൽസ് ആണ് കാണുന്നത്. അതായത് നിങ്ങൾ ലൈഫിൽ കുറച്ച് ലൈഫിന്റെ ആ ഒരു സുഖങ്ങളിൽ അങ്ങോട്ട് മുഴുകി ജീവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ലൈഫിലുള്ള സൗകര്യങ്ങളൊക്കെ അത് ആസ്വദിക്കേണ്ടെന്നോ അത് എന്താ എൻജോയ് ചെയ്യേണ്ടതല്ല അവിടെ പറയണേ, പക്ഷെ അതിൽ മതിമറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഓക്കെ, ആ ഒരു സുഖത്തിൽ മതിമറന്നു പോവാണ്. അത് എന്നേക്കും നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് വന്നാൽ കുറച്ചൊന്ന് ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. നിങ്ങളുടെ എക്സ്പെൻഡിച്ചേഴ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയുന്നു. നിങ്ങൾക്ക് എക്കാലത്തും ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ എഫോർഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കൂടിയേ തീരൂ. ഓക്കെ, ആ ഒരു മതിമറന്നിട്ടുള്ള ഒരു ജീവിതം, ലക്ഷറി ഇപ്പൊ നിങ്ങളുടെ ലൈഫിലുള്ള ലക്ഷറീസിൽ നിങ്ങൾ അതിൽ തന്നെ മുഴുകി അതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ് ഞാൻ കാണുന്നത്. എൻജോയ്മെന്റ് മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? എൻജോയ്മെന്റ് മാത്രം പോരാ. അപ്പോൾ ആ ഒരു എൻജോയ്മെന്റ് വേണം, വേണ്ടാന്നല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുക വേണം, പക്ഷേ ഇതിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ഗ്രൗണ്ടഡ് ആയി നിന്നുകൊണ്ട് എൻജോയ് ചെയ്യാം. നിങ്ങൾ എവിടെയാണ്, ലൈഫിൽ എവിടെ എത്തിയിരിക്കുന്നു, ഇനി എന്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സുഖങ്ങളൊക്കെ ആസ്വദിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സേവിങ്സ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, വെൽത്ത് ക്രിയേഷനായിട്ട് നിങ്ങൾ പണം മാറ്റി വെക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മാറ്റിവെക്കാവുന്ന ചെലവുകൾ മാറ്റിവെക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യം. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, നിങ്ങൾ പൂർണ്ണ ശ്രദ്ധ കൊടുത്തിട്ട്, അതായത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതാണ്, പക്ഷെ അവിടെ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തെന്നിപ്പോകുന്നത് ഈ പറഞ്ഞ പോലെ ലൈഫിലെ സുഖങ്ങളിൽ ആസ്വദിച്ച് പോകുമ്പോഴാണ്. നിങ്ങൾ അതിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ഇതിൽ എന്തിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറയണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലൂടെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും കിട്ടാൻ വരെ യോഗമുള്ള ഒരു കാര്യമാണത്. നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾ ഫേമസ് ആവാനും എസ്റ്റാബ്ലിഷ്ഡ് ആവാനുമുള്ള സാധ്യത ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ഉണ്ട്. 6 ഓഫ് വാൻഡ്സ് അതാണ്, നെയിം, ഫെയിം, സക്സസ്. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ വല്ല ബിസിനസ്സോ സൈഡ് ഹസ്ലോ ഒക്കെ ആയിരിക്കാം, പക്ഷെ അതിലേക്ക് നിങ്ങൾ വേണ്ട വിധം അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. അതിൽ വളരുന്നതിന്, നിങ്ങൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പോകുന്ന പോലെ പോവുക, അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ അവിടെ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. ആ ഒരു ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് വെച്ചുകൊണ്ട്, ഇപ്പൊ ഒരു ലക്ഷ്യം വെച്ചിട്ടില്ലെങ്കിൽ ഒരു എയിം വേണം, ഒരു ഗോൾ വേണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. കഠിന പരിശ്രമം തന്നെ വേണം. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവിടെ ആയിരിക്കണം. നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതിന്, അതിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നതിന്, നിങ്ങളുടെ വിജയം ലോകം അറിയുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതായിരിക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് കൃത്യമായി ഫോളോ ചെയ്യുക. അതാണ് നിങ്ങളിപ്പോൾ വേണ്ടത്. ഓക്കെ, ലക്ഷ്യങ്ങളെ മറന്നു പോകാൻ പാടില്ല എന്ന് പറയുന്നു. ജീവിതത്തിൽ സുഖങ്ങൾ വേണം, പക്ഷെ ഇപ്പൊ നിങ്ങൾ സുഖങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോവാ, അത് പറ്റില്ല. ഒരു ബാലൻസ് വേണം ഈ രണ്ട് കാര്യങ്ങളിൽ. ഓക്കെ, ഇനി നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവ് നേടുന്നതിന്, നിങ്ങൾക്ക് ഒരു പുതിയ സ്കിൽ പഠിച്ചെടുക്കുന്നതിന്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ആ അവസരത്തിന് കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ അവസരം നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ബാലൻസ്, ഹാർമണി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനും, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം പെട്ടെന്ന് സംഭവിക്കുന്നതിനും
ഈ സ്കിൽ ഡെവലപ്മെന്റ് നിങ്ങളെ സഹായിക്കും. ഈ ഒരു ലേണിംഗ് ഫേസ് നിങ്ങളെ സഹായിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി പഠിക്കാനായിട്ട് ആയിക്കോട്ടെ, പഠനം ആയിരിക്കാം, അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ്, എക്സിസ്റ്റിംഗ് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ലേണിംഗ് ഫേസ് ആണ് കാണുന്നത്, ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് കാണുന്നത്. അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഷിഫ്റ്റ്, ആഗ്രഹിക്കുന്ന ആ പ്രോഗ്രസ് ഇതിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. ഇതൊരു ഗേറ്റ് വേ ആണെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഈ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഒരു ഗേറ്റ് വേ ആണ്. അപ്പൊ അതിലേക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുക്കാൻ പറയുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് വിട്ട് കളയാൻ പാടില്ല, മടി പാടില്ല, അത് സ്വീകരിക്കണം. സ്വീകരിച്ചിട്ട് ഉഴപ്പാനും പാടില്ല, അതിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് പഠിക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പൊ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഗൈഡൻസ്. നമുക്ക് നോക്കാം നിങ്ങൾ ഇപ്പോൾ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കേണ്ടത്? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചില ഇല്യൂഷൻസ് നിങ്ങളെ ഇപ്പോൾ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നു. ഓക്കെ, ഇല്ലാത്തത് ഉണ്ട് എന്നുള്ള തോന്നല്, അത് മാറി നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നിങ്ങളുടെ ഇല്യൂഷൻസ് എന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഞാൻ ഇല്യൂഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഏത് ഏരിയയിലാണ് ഇത് സംഭവിക്കുന്നത്, എന്തിനെ കുറിച്ചാണ് ഈ പറയണതെന്ന് കൃത്യമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ അവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, അവിടെ ഓൾറെഡി സംശയം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ ഇല്യൂഷൻ ആവാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ടാണ് ആ സംശയം ഓൾറെഡി വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിക്കുക, യൂണിവേഴ്സിനോട് കൺഫർമേഷൻ ചോദിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരും എന്താണ് ഇല്യൂഷൻ, എന്താണ് റിയാലിറ്റി. ഈ ഇല്യൂഷൻസിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇല്യൂഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റണം. അപ്പോഴാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് എന്താണ് യാഥാർത്ഥ്യം, എന്താണ് എന്താ പറയണ്ടേ ഭാവന എന്നുള്ളതൊക്കെ തിരിച്ചറിയാൻ പറ്റും, എന്താണ് ഇല്യൂഷൻ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യേണ്ട ഒരു സമയമാണ്, ഇല്യൂഷനിൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത്? നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ചില ഇല്യൂഷൻസ് ഉണ്ട്, അതാണ് നിങ്ങൾ ആ ഒരു ഇല്യൂഷൻസിന്റെ അതിനെ മാറ്റി നിങ്ങൾ റിയാലിറ്റി കാണാൻ ശ്രമിക്കണം. അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യം. ഇനി നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന മനസ്സമാധാനം അത് പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ചുറ്റും സ്ട്രോങ് ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ എന്തിനായിട്ട് വർക്ക് ചെയ്യുന്നു, എന്തൊക്കെ പുരോഗതി അതിൽ ഉണ്ടായി, ഇതൊന്നും എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇപ്പോൾ അതീവ രഹസ്യമാക്കി വെക്കണം എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഇല്യൂഷൻ നിങ്ങൾക്ക് മാറ്റി കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യാണ്. ഇൻറ്റ്യൂഷനെ ഫോക്കസ് ചെയ്യുക. ചിലപ്പോൾ ഈ ഇല്യൂഷൻ എന്ന് പറയുന്നത് ചില വ്യക്തികളായിരിക്കും, അവർക്ക് നിങ്ങളോടുള്ള ഇന്റൻഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അവർ ശരിയായ ഇന്റൻഷൻ അറിയാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇത് രണ്ടും വളരെ കണക്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് ആരോടും ഷെയർ ചെയ്യണ്ട എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ അത് നിങ്ങളിൽ തന്നെ വെക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് നിങ്ങൾ എന്തിനു വേണ്ടി തയ്യാറെടുക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ അത്രയും ആഗ്രഹിച്ച് തീവ്രമായി ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത ഒരു സംഗതി നിങ്ങളുടെ റിയാലിറ്റി, നിങ്ങളുടെ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത കാണുന്നു. അത് വരുമ്പോൾ അതിനെ സ്വീകരിച്ച്, അതെങ്ങനെയാണോ വരുന്നത് അതിനെ സ്വീകരിച്ച് പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റണം. അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കാം.
അതെങ്ങനെ വരുന്നു അതെനിക്ക് നല്ലതാണ്, അതുകൊണ്ട് എനിക്ക് ഉയർച്ചയാണ് ഉണ്ടാവുക, എൻ്റെ ജീവിതത്തിൽ നല്ലതാണ് സംഭവിക്കുക എന്ന ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ വിശ്വാസത്തിനെ മുറുകെ പിടിച്ച് ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് 2 കൈ നീട്ടി സ്വീകരിക്കുക, ഈശ്വരോട് നന്ദി പറയാ. എന്ത് ആക്ഷൻ ആണോ നിങ്ങൾ എടുക്കേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താണോ എടുക്കേണ്ടത് അതെടുക്കുക, മുന്നോട്ട് പോകുക. ഓക്കെ, ഒരു കാരണവശാലും ഈ ഒരു മാനിഫെസ്റ്റേഷന്റെ വരവിനെയോ അത് വന്നു കഴിയുമ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾ നിയന്ത്രിക്കാനോ തടയാനോ ശ്രമിക്കരുത് എന്ന് എടുത്തു പറയുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.